ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടെലഗ്രാം ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന എയർഡ്രോ ഫാമിംഗ് പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ പ്രധാനപ്പെട്ടതുമായ അപ്ഡേറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മാസങ്ങളായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ബേസ്ഡ് എയർഡ്രോപ്പുകളുടെ അപ്ഡേറ്റ്സ് ഒന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഫാം ചെയ്യൽ നിർത്തി എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞതാണ്. വളരെ കുറഞ്ഞ പ്രൊജക്റ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. അതിന്ന് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാത്തത്. ഇന്ന് ലിസ്റ്റാക്കും നാളെ ലിസ്റ്റാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എക്സ്ചേഞ്ചുകൾ അനൗൺസ് ചെയ്താൽ മാത്രമാണ്, ഞാൻ കൺഫേം ആയതിനു ശേഷം മാത്രമാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അവർ ലിസ്റ്റാക്കുമെന്ന് പറയുന്നല്ലാതെ ലിസ്റ്റ് ആവാറില്ല, മാറി മാറി പോവുക എന്നുള്ളത് മാത്രമാണ് നടക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ അപ്ഡേറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ബ്ലമ്മിൻ്റെ ഡ്രോപ്പ് ഗെയിം കഴിഞ്ഞു എന്നുള്ളതാണ്. ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ അപ്ഡേറ്റ് അല്ലല്ലോ. വലിയ അപ്ഡേറ്റ് എന്താണ്? ബ്ലമ്മിൻ്റെ കോ ഫൗണ്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. കാരണം എന്താണ്? ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തി എന്നുള്ളതാണ് ബ്ലമ്മിൻ്റെ കോ ഫൗണ്ടറിന് എതിരായിട്ട് വ്ളാഡിമിർ സ്മിറിക്സ് എന്ന് പറയുന്ന ആൾക്കെതിരായിട്ട് വന്ന ഒഫൻസ്. ഓക്കെ, നമുക്കറിയാം ബ്ലം ഇപ്പോൾ ടെലഗ്രാമിൽ റൺ ആവുന്ന ഒരു മീം പാഡാണ്. ഓക്കെ, എക്സ്ചേഞ്ച് ആയി മാറുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മീം പാഡാണ്. മീം കോയിൻസ് ലോഞ്ച് ചെയ്യുന്ന ഒരു ലോഞ്ച് പാഡ് പോലെ മീം പാഡായിട്ട് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഈ വരുന്ന സ്പ്രിങ്, അതായത് വരുന്ന മാസങ്ങളിൽ ലിസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് അനൗൺസ് ചെയ്ത പ്രൊജക്റ്റാണ് ബ്ലം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഡ്രോപ്പ് ഗെയിം ക്ലോസ് ചെയ്തത്. ഓക്കെ, അവരുടെ ടീം തന്നെ ഇനി ഡ്രോപ്പ് ഗെയിം വീണ്ടും റീ ഓപ്പൺ ആക്കിയേക്കാം എന്ന് പറയുന്നുണ്ട്. അതിന് വരുമെന്നുള്ള അറിയില്ല. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇനിയും ഡ്രോപ്പ് ഗെയിം ഓപ്പൺ ആക്കും എന്നാണ് നമുക്ക് ഇൻറ്റേർണൽ സോഴ്സുകളിലൂടെ മനസ്സിലാവുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ടെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ഡിസംബർ തൊട്ട് പറയുന്നതാണ്. കാരണം അത്രയും കൂടുതൽ യൂസേഴ്സ് ആയി കഴിഞ്ഞു. 100-150 മില്യൻ്റെ മുകളിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും എമൗണ്ട് കൊടുക്കണമെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഇവരുടെ കയ്യിൽ വേണം എന്നാലോചിച്ച് നോക്കുക. അതിനിടയിലാണ് ഏകദേശം $15 മില്യൺ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു ഒഫൻസിന് കാരണമായിട്ട് ബ്ലമ്മിൻ്റെ കോ ഫൗണ്ടറെ ഫ്രോഡ് എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലമ്മിൻ്റെ കാര്യത്തിൽ ഇനി എന്താവും, എയർ ഡ്രോപ്പ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലേക്ക് പോലും ഒരു സംശയത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി വരുന്ന ആഴ്ചകളിലെ ന്യൂസിനനുസരിച്ച് മാത്രമാണ് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന എയർ ഡ്രോപ്പ്, ഞാനിവിടെ ഫാം ചെയ്യുന്ന, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫാം ചെയ്യുന്ന എയർ ഡ്രോപ്പുകളുടെ അപ്ഡേറ്റ്സ് മാത്രമാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എയർ ഡ്രോപ്പുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സുയി എക്കോസിസ്റ്റത്തിൽ വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ബേർഡ്സിന് കിട്ടിയ ഏറ്റവും ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ലിസ്റ്റിംഗ് വന്ന സമയത്ത് ടെലഗ്രാം ഇവരെ ലിസ്റ്റാക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്താണ്? ടെലഗ്രാം പ്രൊജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ ഫാം ചെയ്യുന്ന എല്ലാ എയർ ഡ്രോപ്പുകളും ടെലഗ്രാമിൻ്റെ തന്നെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ടോൺ ബ്ലോക്ക് ചെയിനിൽ വരണം എന്ന റൂള് കൊണ്ടുവന്നിരുന്നു ഈ ബേർഡ്സ് ലിസ്റ്റ് ആകുന്ന സമയത്ത്. അപ്പോൾ ബേർഡ്സിന് എന്ത് ചെയ്തു? ഡയറക്റ്റ്ലി എല്ലാ ടാസ്കുകളും കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോയി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സുയി ബ്ലോക്ക് ചെയിനിലാണല്ലോ ബേർഡ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊന്നും കൂടി ഡിലേ ആക്കിയതിന് ശേഷം അടുത്ത ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തു. ആ ലിസ്റ്റിംഗ് വന്നപ്പോഴേക്കും ബിറ്റ്കോയിൻ എന്തായി? 74K 72K എന്ന് പറയുന്ന ലെവലിലേക്ക് പോയി. അപ്പോൾ ഒരു ഭയങ്കരമായ നെഗറ്റീവ് മാർക്കറ്റ് കണ്ടീഷൻ വന്നു. അപ്പോൾ ഈ കോയിൻ ലിസ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്കും മോശമാണ്, പ്രൊജക്റ്റിനും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ചെയ്യാതിരുന്നത്. ഇനിയും അത് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ടെലഗ്രാം എയർ ഡ്രോപ്പ് ഡെഡായി എന്ന പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു അപ്ഡേറ്റും ഇല്ല. ഇവരുടെ സപ്പോർട്ട് ടീമിനോട് ചോദിക്കുമ്പോഴും ഒരു അപ്ഡേറ്റും ഇല്ല എന്നാണ് പറയുന്നത്. സുയി എക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ സുയി നല്ല കയറി നിൽക്കുന്ന സമയത്ത് ലിസ്റ്റാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിലവിൽ $3.84 നല്ലൊരു പ്രൈസിലാണ് സുയി കോയിൻ ഉള്ളത്. സുയി ബ്ലോക്ക് ചെയിൻ തന്നെ അത്യാവശ്യം നല്ല ഒരു ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ബേർഡ്സിനെ പറ്റി പറയാനുള്ളത്. എയർ ഡ്രോപ്പ് അലോക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്ന സമയത്ത് ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോയിൻ്റെതാണ്. സിമ്പിൾ കോയിൻ നിങ്ങൾക്കറിയാം, സിമ്പിൾ കോയിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ അവർക്കുണ്ട്. ആ ആപ്പിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ലിസ്റ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ സിമ്പിളിൻ്റെ ടീം പറയുന്നത് ഓൾറെഡി കോയിൻ ലിസ്റ്റഡ് ആണ് എന്നുള്ള കാര്യമാണ്. അത് എന്തൊരു ലോജിക്കില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടെലഗ്രാം എയർ ഡ്രോപ്സ് മാത്രമാണ് ഇങ്ങനെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രൊജക്റ്റുകളായിട്ട് മാറുന്നത്. ഇവരുടെ സിമ്പിൾ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്ന പ്രൊജക്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അതറിയാം. എന്നിട്ട് ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയുകയാണ് കോയിൻ ലിസ്റ്റ് ആക്കി കഴിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കോയിൻ ലിസ്റ്റഡ് ആണ് പക്ഷേ സെല്ല് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ലിസ്റ്റിംഗ് ആണത്? ഇവരുടെ സിമ്പിൾ ആപ്പിലേക്ക് മാത്രം ലിസ്റ്റ് ചെയ്തു, അവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം, നമ്മുടെ ടെലഗ്രാം മിനി ആപ്പിൽ നിന്നും സിമ്പിളിൻ്റെ ആപ്പിലേക്ക് മാറ്റാം, അത്രേ പറ്റൂ. അവിടെ നിന്നും ഒന്നും സെല്ല് ചെയ്യാനോ സ്വാപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് സിമ്പിൾ കോയിൻ്റെ അപ്ഡേറ്റ്. ഇതിൽ ഇനി അപ്ഡേറ്റ് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി അടുത്തതായിട്ട് ഒരു നല്ല എയർ ഡ്രോപ്പ് തന്നില്ലെങ്കിൽ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് വാലറ്റ് ആണ്. കാരണം ഇത്രത്തോളം യൂട്ടിലിറ്റിയുള്ള, ഇത്രത്തോളം പ്രൊജക്റ്റിന് മേലെ പണിയെടുക്കുന്ന ഒരു പ്രൊജക്റ്റ് വേറെ ഇല്ല. അത് ടെലഗ്രാമിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ടെസ്റ്റ് നെറ്റുകളെക്കാളും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് ഹോട്ട് വാലറ്റ് തോന്നിയത്.
ഹോട്ട് മൈനിങ് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് തന്നെയാണ്. എയർ ഡ്രോപ്പ് എത്രത്തോളം കിട്ടുന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത്രത്തോളം സെക്യൂർ ആയുള്ള ഒരു MPC വാലറ്റ് ആപ്പ് ഡെവലപ്പ് ചെയ്തു. ഈ ഹോട്ട് വാലറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആപ്പ് അവൈലബിൾ ആണ്, ക്രോം എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. ടെലഗ്രാം വരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. അത്രത്തോളം ബ്ലോക്ക് ചെയിൻസ്, BSC ആയിക്കോട്ടെ, സൊലാന ആയിക്കോട്ടെ, ബേസ് ആയിക്കോട്ടെ, എല്ലാ ബ്ലോക്ക് ചെയിൻസും, ട്രോൺ ആയിക്കോട്ടെ, എല്ലാ ബ്ലോക്ക് ചെയിനും വന്നു, എല്ലാ ടെക്കും വന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു MPC വാലറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ടോക്കണാണ് ഹോട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ലിസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എത്രത്തോളം അലോക്കേഷൻ കിട്ടും, എത്രത്തോളമാണ് കൺവേർഷൻ റേഷ്യോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഫാം ചെയ്യുന്ന അത്രത്തോളം ഹോട്ട് തന്നെയാണോ കിട്ടുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ടെലഗ്രാമിൽ ആകെ ഹോപ്പുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് വാലറ്റാണ്. അത്യാവശ്യം എമൗണ്ട് കിട്ടിയേക്കാം എന്ന് ഹോപ്പുള്ള, കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അത് എയർ ഡ്രോപ്പ് കാൽക്കുലേഷനും എയർ ഡ്രോപ്പ് കൺവേർഷൻ റേഷ്യോയും നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ള അലോക്കേഷനും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ഫാം ചെയ്യുന്ന ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കൂപ്പാണ്. ചിക്കൂപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ സ്റ്റെപ്പും ഇതുവരെ ലിസ്റ്റിംഗ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റെപ്പും പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ലിസ്റ്റിംഗ് മാത്രം ചെയ്തില്ല. അവരും പറഞ്ഞ കാര്യം സെയിം ആണ്. ഈ ഒരു 74K ആയ സമയത്താണ് ലിസ്റ്റിംഗ് പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്തിരുന്ന ഡേറ്റ്. പക്ഷേ ഒരു മാർക്കറ്റ് കണ്ടീഷൻ മോശമായതോടെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവരെ കുറേ കോൺടെസ്റ്റ് ഒക്കെ റൺ ചെയ്യാണ്. ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഇനി വരേണ്ടതായിട്ടുണ്ട്. ഈ മെയ് മാസത്തിലായിരിക്കും മാക്സിമം ലിസ്റ്റിംഗ് വരാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ചിക്കൂപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ടെലഗ്രാമിൽ വന്ന മീംഫൈക്ക് ശേഷം ഏറ്റവും കൂടുതൽ തെണ്ടൽ നടത്തുന്ന ഒരു പ്രൊജക്റ്റ്, ആൾക്കാരോട് തെണ്ടി ക്യാഷ് മേടിക്കുക എന്ന് പറയില്ലേ, അത് W കോയിനാണ്. W കോയിനിൽ നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കയറുമ്പോഴും യു ആർ എലിജിബിൾ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ ഒരു ടോൺ അവർക്ക് കൊടുക്കണം. ഒരു ടോണിൻ്റെ നിലവിലെ വില എന്ന് പറഞ്ഞാൽ $3 തൊട്ട് $4 വരെയാണ്. അപ്പോൾ ആ $4 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ $4 എയർ ഡ്രോപ്പ് എങ്കിലും കിട്ടുമെന്ന് ഉറപ്പ് വേണ്ടേ? ഓൾറെഡി 3-4 പ്രാവശ്യം ലിസ്റ്റിംഗ് മാറ്റി വെച്ച പ്രൊജക്റ്റാണ്. അത് പോട്ടെ നോക്കാം. കഴിഞ്ഞ 28-ാം തീയതി ഏപ്രിൽ 28-ന് ലിസ്റ്റ് ആക്കുമെന്ന് പറഞ്ഞ കോയിൻ ഏപ്രിൽ 28-ന് വന്നിട്ട് പറയുകയാണ് ഇന്ന് ക്ലെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ക്ലെയിം ചെയ്തോ, എന്നിട്ട് മണ്ടന്മാരെ പോലെ ഇരുന്നോ. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് ഇവരുടെ ടീം തന്നെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് 28-ാം തീയതി നിങ്ങൾക്ക് ക്ലെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഒരു ടോൺ തന്നോ, എന്നിട്ട് ക്ലെയിം ചെയ്ത് വെക്കുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ക്ലെയിം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, ചെയ്യാതിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമാണ്. എനിക്കെന്തായാലും ഒരു പ്രൊജക്റ്റിൻ്റെ മേലെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര നല്ല എയർ ഡ്രോപ്പ് കിട്ടിയാലും അത് ക്ലെയിം ചെയ്യില്ല. അതങ്ങനെ തന്നെയാണ് പണ്ടും ഇപ്പോഴും. നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഫാം. ടൈം ഫാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ഫാം പുതിയൊരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ടൈം ഫാമിൽ നമ്മൾ ഫാം ചെയ്യുന്ന അല്ലെങ്കിൽ മൈൻ ചെയ്യുന്ന എന്നൊക്കെ പറയപ്പെടുന്ന കോയിൻ്റെ പേര് സെക്കൻഡ് എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്ന ഒരു കോയിൻ ഇനി മാർക്കറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്. ഞാനത് ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞിരുന്നു 2 ആഴ്ച മുൻപ്. ഓക്കെ, അപ്പോൾ എന്താണ് അതെങ്ങനെ റിവാർഡ് കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൈം ഫാമിൻ്റെ തന്നെ പാരൻറ്റ് കമ്പനിക്ക് ഓൾറെഡി ഒരു കോയിൻ ലിസ്റ്റഡ് ആയിട്ട് മാർക്കറ്റിലുണ്ട്. ബൈബിറ്റിലും അതുപോലെ തന്നെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ അവൈലബിൾ ആണ്. ടൈം എന്ന് പറയുന്ന കോയിൻ. ഓക്കെ, ടൈം എന്നാണ് കോയിൻ്റെ പേര്. ഏകദേശം $30 ഓൾ ടൈം ആയി പോയൊരു കോയിനാണ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, അപ്പോൾ ആ ടൈം തന്നെയാണ് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുക. ഈ സെക്കൻഡ് പോയിന്റ്സ്, നമ്മുടെ കയ്യിലുള്ള സെക്കൻഡ് എന്ന് പറയുന്ന പോയിന്റ് കൺവേർട്ട് ആക്കിക്കൊണ്ട് ടൈം എന്ന് പറയുന്ന കോയിൻ ആക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് എയർ ഡ്രോപ്പ് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം അത് നടക്കും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഓൾറെഡി ഒരുപാട് സർക്കുലേറ്റിംഗ് സപ്ലൈ ഒന്നും ഇല്ലാത്തൊരു കോയിനാണ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് സപ്ലൈ ഇനിയും പുതുതായിട്ട് വരികയാണെങ്കിൽ എന്താവും, ആ കോയിൻ്റെ വില വലിയ രീതിയിൽ ഇടിയും. വളരെ തുച്ഛമായ വളരെ ചെറിയൊരു എയർ ഡ്രോപ്പ് ആയിരിക്കും ടൈം ഫാമിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കൺവേർഷനിൽ തന്നെയാണെന്നാണ് അവരുടെ ടീം അപ്ഡേറ്റ്സ് ആയിട്ട് അവരുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ചാനലിൽ തന്നെ ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് എന്ന് പറയുന്ന കോയിൻ ടൈമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ഇപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തതായിട്ട് ഞാൻ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡോർമിൻ്റ് ആണ്. ബിനാൻസ് ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ് ഡോർമിൻ്റ്. പക്ഷേ ബിനാൻസ് ബാക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നല്ല എയർ ഡ്രോപ്പ് ആവുമോ? ഒരിക്കലുമില്ല. ഡോർമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോർമിൻ്റെ എയർ ഡ്രോപ്പ് ഫാമിംഗ് എൻഡായി കഴിഞ്ഞു. ഇനി സീസൺ 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഡാറ്റയും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഡോർമിൻ്റെ ടീം പറയുന്നത്. അടുത്ത ഫ്യൂച്ചർ സീസൺസിലെല്ലാം ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതിനുശേഷം ലിസ്റ്റിംഗ് എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ടെലഗ്രാമിലുള്ള എന്നാൽ ഒരു ടെലഗ്രാം എയർ ഡ്രോപ്പ് അല്ലാത്ത പ്രൊജക്റ്റാണ് ഹായ് പിൻ AI എന്ന് പറയുന്നത്. ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിൻ AI. ഈ പിൻ AI ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. AI ഏജൻറ്റുകൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഡാറ്റ കളക്ഷൻ നടത്തുന്ന പ്രൊജക്റ്റാണ് പിൻ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂസ് കേസ് നല്ലതാണ്, പക്ഷേ ഫണ്ടിങ് കാര്യങ്ങൾ 10 ബില്യൺ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഫ്യൂച്ചറിലേക്ക് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊജക്റ്റായിട്ട് മാറാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഹായ് പിൻ അല്ലെങ്കിൽ പിൻ AI എന്ന് പറയുന്നത്. ഇനി കയറാത്ത ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. സൈഡ് കിക്ക് ഉണ്ട്,
കൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് പാർട്ടി ഉണ്ട്, അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ പറയാത്തതായുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ഒരു അപ്ഡേറ്റും ഒരു അനക്കവും ഇല്ലാത്ത പ്രൊജക്റ്റുകളായതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. ഞാൻ അതിലേക്ക് ഒന്നും കയറുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതല്ല, ഞാൻ ഇടയ്ക്കെങ്കിലും കയറി നോക്കുന്ന പ്രൊജക്റ്റുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടെലഗ്രാം അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. ടെസ്റ്റ് നെറ്റുകളുടെ എല്ലാ അപ്ഡേറ്റ്സും ടെലഗ്രാം ചാനലിലായിരിക്കും. മൈനർ ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.